പിള്ളേരെ, നിങ്ങൾ ഡയസോണിയം സാൾട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഡയസോണിയം സാൾട്ട് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അതിനെ പറ്റി പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പൊ ബെൻസിന്റെ അകത്ത് N2+ Cl- വരുന്നതിനാണ് ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞത് കേട്ടോ. ബെൻസിന്റെ അകത്തേക്ക് N2+ Cl- വരുന്നതിനാണ് ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞത്. എന്ന് നമ്മൾ പഠിക്കാൻ പോണേ ഡയസോണിയം സാൾട്ടിനെ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കുക, ഇങ്ങോട്ടേക്ക് നോക്കിയോളാം. ബെൻസിന്റെ അകത്ത് NH2 വന്നാൽ അതിന് പറഞ്ഞ പേരാണെന്ത്? അനിലീൻ എന്ന് പറഞ്ഞ കേട്ടോ. ബെൻസിൽ NH2 വന്നാൽ അതിന് പറഞ്ഞ പേരാണ് അനിലീന്. ഇതിനെ ഈ NH2 മാറിയിട്ട് ഇവിടെ എന്തായിട്ട് മാറുന്നു? N2+ Cl- കയറി വരുന്നു. അതിന് പറഞ്ഞ പേരാണ് ഡയസോണിയം സാൾട്ട്. ബെൻസീനില് N2+ Cl- കയറി വരുന്നതിനാണ് എന്ന് പറഞ്ഞ ഡയസോണിയം സാൾട്ട് എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ചേർക്കേണ്ട റിയേജൻസ് പഠിച്ചോളണം. NaNO2, HCl, 273 to 283 Kelvin. ഇത്ര സാധനങ്ങൾ ഓർക്കുമ്പോൾ ഇവിടെ വട്ടമിട്ട് വെച്ചിരിക്കുന്ന NH2 എന്തായിട്ട് മാറുന്നു? N2+ Cl- ആയിട്ട് മാറുന്നു. അപ്പൊ ഡയസർട്ടൈസേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയസോണിയം സാൾട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ ആണ്. ഡയസോണിയം സാൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ എന്റെ കൂടെ പഠിച്ചോ. NaNO2, HCl, 273 മുതൽ 283 Kelvin.